ചേട്ടാ ഈ വാളിന് പിന്നെ എത്ര ഇതുണ്ട്, നീളമുണ്ട്? ഇത് 6 അടിയാണ് ഈ വാളിന്റെ നീളം. ഇതൊക്കെ പുതുതലമുറയ്ക്ക് എല്ലാം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഏവർക്കും നമസ്കാരം. വളരെ രസകരമായ പുരാതന കാലത്തെ ഒരു കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് എൻ്റെ കൊച്ചിലേക്ക് ഈ തടി അറക്കുന്നത് വാളുകൊണ്ട് 2 പേര് തടി പൊക്കി വെച്ച് കയറി നിന്ന് അറക്കുന്ന ഒരു കാഴ്ച. പക്ഷേ അതിന് ഈ ഓർമ്മകളിൽ നിന്ന് പോയ ഒരു സാധനമാണത്. പക്ഷേ യാദർച്ഛികമായി ഇന്ന് കാർത്തികപ്പള്ളിയിൽ, ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിലെ വലിയകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കെട്ടുകുതിരയ്ക്ക് വേണ്ടി ഈ രീതിയിൽ മില്ലിൽ കൊണ്ടുപോയല്ല അവർ അറക്കുന്നത്. ഇങ്ങനെ അറത്താലേ അവർക്ക് ആ സാധനം കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി അറക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്, നമുക്കത് കാണാം. ഈ തടിയൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പൊക്കത്തി വെച്ചാണ് ഇത് അറക്കുന്നത്. തടി മാറ്റണം എന്നുണ്ടെങ്കിൽ ആപ്പൊക്കെ അടിച്ച് കയറ്റി ഒരു പഴയ കാഴ്ചകളാണ്. ഇതൊന്നും ഇന്ന് കാണാൻ പറ്റത്തില്ല. ചേട്ടാ എവിടെ ഉള്ളതാ? വണ്ടാനം. ഈ ചേട്ടനോ? ചേട്ടൻ തിരിഞ്ഞേ? ഹരിപ്പാട്. ഇത് എന്താവശ്യത്തിനുള്ളതാ? പുതുക്കുണ്ടം കുതിരയ്ക്കുള്ള, വലിയകുളങ്ങര പുതുക്കുണ്ടം കുതിരയ്ക്കുള്ള, വലിയ കുതിരയ്ക്കുള്ള തേരിന്റെ കതിരുകാലിനുള്ള ആണ്. ഇതെന്താ ഇപ്പൊ നമുക്ക് മില്ലിൽ കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും അറക്കുന്നത്. ഇപ്പൊ പിന്നെ ഇവിടെ ഇതിങ്ങനെ ചെയ്യും. മില്ല് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ തേടി ഇപ്പൊ പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. പണ്ട് എന്റെയൊക്കെ ഓർമ്മയിൽ ഒരു പഴയ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവിടെ കറുത്തുകൊണ്ടിരുന്നത്. പുള്ളിയൊക്കെ മരിച്ചുപോയി. അല്ല, ഇപ്പൊ എനിക്ക് കണ്ട ഭയങ്കര കൗതുകം തോന്നി, അതാ ഞാൻ എടുത്തത്. ഈ മില്ലിലൊന്നും അറക്കുന്ന തടിയല്ലല്ലോ. അപ്പൊ എന്താണ് ഇങ്ങനെ ആപ്പെന്ന് പറയും ഈ സാധനം. ആപ്പൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഈ ഇടയ്ക്കുള്ള ആ വിടവൊക്കെ ഉണ്ടാക്കി വാള് കയറ്റി വെക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആപ്പ് വെക്കുന്നത്. നൂല് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ആ നൂല് കൂടെയാണ് ഇവര് അറക്കുന്നതിന്റെ ഒരു അളവ്. നൂല് പിടിച്ചാണ് ഇങ്ങനെ കറുത്ത നൂലിലിങ്ങനെ കരിയൊക്കെ ഇട്ട് ഇങ്ങനെ വേണ്ട ആ കരി കൂടെ വേണം അറുത്ത് പോകാൻ. ഇവര് ഈ കുതിരയുടെ കതിരുകാലിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു വലിയ ഒരു തെങ്ങാണ് ഇത്. കുതിരയുടെ ഒറ്റ ഹൈറ്റിന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ജോയിന്റ് ചെയ്യും. ഒരു തെങ്ങിന് കൊണ്ട് അവരുടെ വലിയ കുതിരയാണ്, വലിയ ഹൈറ്റാണ്. അപ്പം 4 പേര് 2 സൈഡിൽ നിന്നാണ് ഒരു തെങ്ങിൻ്റെ 2 സൈഡിൽ നിന്ന് മില്ലിൽ കൊണ്ടുപോയ അരമണിക്കൂറാണ് അറക്കാവുന്ന സാധനം. ചിലപ്പോൾ ഇന്ന് മൊത്തം നിന്ന് അറുത്താലേ തീരത്തുള്ളൂ. പക്ഷെ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. കാര്യം നമ്മുടെ ഓർമ്മകളിൽ നിന്നൊക്കെ മറഞ്ഞുപോയ സംഭവം വീണ്ടും നമുക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടി. ഒറ്റ കതിരുകാലിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ? ഒറ്റ കതിരുകാലിനാണ്. ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് ഇത്രയും ഏണ്ടൊരു 4 ഇഞ്ച് വെച്ച് 2 ഇഞ്ച് 3 ഇഞ്ചോളം പോകുന്നുണ്ട്. അപ്പം ഈ ഒരു അളവിൽ ഉള്ള കതിരുകാലാണ് കിട്ടുന്നത്. 2 എണ്ണം കിട്ടുമല്ലേ? 2 കതിരുകാലാണ് ഇതിൻ്റെ ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്നത്. തിരിച്ചൊന്നുകൂടെ അറക്കുമല്ലേ? ഓക്കെ, അങ്ങനെ 2 കതിരുകാല് കിട്ടും. നല്ല വെയിലാണ്. പക്ഷെ ഈ തെങ്ങെന്ന് പറയുന്ന ഈ സാധനം അവർ പൊക്കി ഏണ്ടൊരു 5 അടി പൊക്കത്തിൽ ആക്കിയിട്ടാണ് അതിന് ചെറിയ തടികളൊക്കെ വെച്ച്, തെങ്ങിൻ തടികളൊക്കെ വെച്ച് പൊക്കി ആണ് ഇങ്ങനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ മുകളിലാണ് 2 സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ തെങ്ങ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഏറ്റവും വലിയ കെട്ടുകുതിരയാണ് പുതുക്കുണ്ടം കരയുടെ കുതിര. അതിൻ്റെ മിക്കവാറും ഇടയ്ക്കൊക്കെ ഓരോ വർഷം മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ സാധനങ്ങളൊക്കെ മാറുന്നതിൻ്റെ പരിപാടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ താഴ്വശം പിടിക്കുവാനുള്ള പിടിയാണിത്. ഇതൊക്കെ ഈ വാളൊക്കെ ഇപ്പോൾ ഇവിടെ പഴയതിരുന്നതാണോ ഇത്? ഇപ്പോഴും ഈ സാധനം കിട്ടുന്നുണ്ടോ? കോട്ടയത്ത് കിട്ടുമല്ലേ? ഇവിടെങ്ങും ഇല്ല. കണ്ടോ, ആ വെയിലൊക്കെ അടിക്കാൻ ചേട്ടൻ കണ്ട ഓലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്.
അറക്കപ്പൊടിയാണ് ഈ തെങ്ങ് അറക്കുമ്പോൾ അറക്കപ്പൊടിയാണ് കിടക്കുന്നത്. ഒരു ഇതുണ്ടല്ലോ കുറ്റിക്കതൊക്കെ നിറയ്ക്കുന്ന ഈ സാധനം ഇപ്പോഴൊന്നും ആരും കാണാനും ഒരു അറിയത്തോടെ ഇല്ല ഇപ്പോഴത്തെ സ്ത്രീകൾക്ക്. അങ്ങനെ ഒരു തെങ്ങിൻ്റെ അറപ്പ്, അതായത് 2 കതിരുകാല് കുതിരയുടെ വേണ്ടിയുള്ള അറക്കും സൈഡ് അറക്കും മാറ്റുകയാണ്. അപ്പോൾ 2 കതിരുകാല് കിട്ടും. ഏതാണ്ട് 10-20 അടി അല്ല, അതിന് മേളുണ്ട്. 35 അടിയാവും. നമ്മുടെ അളവൊക്കെ തെറ്റാ. ഒരു കറക്റ്റ് അളവെന്ന് വെച്ചാൽ 35 അടി കിട്ടും 2 കതിരുകാല്. അതിൻ്റെ അശ്രാന്ത പരിശ്രമമാണ് ഈ വെയിലത്ത്. ചേട്ടാ, ഈ വാളിന് പിന്നെ എത്ര ഇതുണ്ട്, നീളമുണ്ട്? ഇത് 6 അടിയാണ് ഈ വാളിൻ്റെ നീളം. ഇതൊക്കെ പുതുതലമുറയ്ക്ക് എല്ലാം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇനിയുള്ള ചിലപ്പം കാത്തിരുന്നാൽ ഇതൊന്നും കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ ഇതിന് പടം പോലും ഞാൻ തപ്പിയിട്ടില്ല. ഇത് നൂലാണ്. ഈ നൂലിൽ കരിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുക്കി അതിന് ലെവല് കിട്ടാൻ വേണ്ടി അറക്കുന്നതിനുള്ള ലെവലൊക്കെ പിടിക്കുന്ന ഈ നൂല് വലിച്ചു കിട്ടി. അപ്പോൾ ആ കറപ്പിൽ പാത്ത് കിട്ടും. ആ പാതയിലൂടെ ആണ് ഇവർ അറക്കുന്നത്. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ പിന്നെ ചെയ്യുന്നതിന് എങ്ങനെ, കൂലിയൊക്കെ എങ്ങനെ? ഇപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങളെങ്ങനെ ഡെയിലി വേജസ് ആണ് എങ്ങനെയാ ചെയ്യുന്നത്? 1500 രൂപയും ചിലവുമാണ്. കരിവര് ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നവരാ, ദൂരെ നിന്നൊക്കെ വന്നവരാ. വേറെ സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. ആലപ്പുഴ, അമ്പലപ്പുഴയിൽ നിന്നൊക്കെ വന്നവർ കൂടിയാണ്. ചെട്ടികുളങ്ങര, അങ്ങനെ പല പ്രദേശത്തു നിന്നാണ് ഇതിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. 1500 രൂപ ചിലവാണ്. ഇത് 1500 എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമല്ല. ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ ആരും കിട്ടത്തില്ല. അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. ഇത് കൈപ്പോയം ഭയങ്കര വേദന എടുക്കുന്ന പരിപാടിയാണെന്നാണ് അവർ പറഞ്ഞത്. സത്യമാണ്. നമുക്ക് രാവിലെ ഈ 8 മണിക്കൂർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണം, പരിശീലനം വേണം. പിന്നെ ഇതിന് അറുത്ത് വരുമ്പോൾ വാള് ജാമാകും. ആ ജാമാകുന്നതിന് വേണ്ടി ജാമാകുമ്പോൾ തന്നെ ഇങ്ങനെ ആപ്പ് വെച്ചാണ് ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പഴയ പരിശീലനം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ ഇളയ പെങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണുവാൻ പറ്റിയത്. ഇത് നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് കണ്ടിട്ടുള്ളവർ ദയവായി ഇതുപോലെ ഇത് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ അറിവ് കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.